മൈലേജ് കൂട്ടാൻ അണ്ണ എന്തൊക്കെ ചെയ്യും? മൈലേജ് കൂട്ടാൻ ഇപ്പൊ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ മൈലേജ് കുറയാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ന്യൂട്രാണ്. ന്യൂട്രൽ എവിടെയൊക്കെ ന്യൂട്രൽ കിട്ടും അവിടെയൊക്കെ ന്യൂട്രൽ അടിച്ചോളാം. അപ്പൊ സാഹചര്യമാണ് ന്യൂട്രൽ അടുപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും അണ്ണ ന്യൂട്രൽ അടിച്ച് പോണത് താല്പര്യമുള്ള കേസാണ്? അല്ല, എനിക്ക് വണ്ടി ന്യൂട്രൽ അടിച്ച് ഓടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. നമ്മൾ ന്യൂട്രൽ അടിക്കാതെ കൂടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് നമ്മളെ കട്ടാവാൻ തുടങ്ങും. പൈസ നമ്മളെ അതെ, ഇത് പൈസ നമ്മളെ ഇത്രയും കടന്ന് ഓടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ന്യൂട്രൽ കൂടെ അടിക്കുന്നത്. അല്ലെങ്കിൽ ന്യൂട്രൽ അടിച്ചോടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. വണ്ടിക്കും ന്യൂട്രൽ അടിച്ചോടുന്നത് അത്ര ശരിയല്ല. ഇപ്പൊ ഏതായാലും സ്വന്തം വണ്ടി അല്ലെങ്കിൽ കമ്പനി വണ്ടി ആണെങ്കിൽ ഏത് കമ്പനി ആയാലും, ബസ് ആയാലും ലോറി ആയാലും, നമുക്ക് ഒരു കമ്പനിക്ക് ഒരു റൂൾസ് ഉണ്ട്. റൂൾസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കണക്ക് അവർക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം. നമ്മൾ ഈ കിടന്ന് ഉറക്കൊഴിഞ്ഞ് ഓടുന്നത് വെറുതെ ആവും. എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടാകും നോക്കണം. അവരൊക്കെ ഷോർട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഡീസലിന്റെ പൈസ കട്ടാക്കും അവര്. ഒരു ലിറ്ററിൽ 1/2 ലിറ്റർ കുറഞ്ഞാൽ പോലും ആ 1/2 ലിറ്ററിന്റെ പൈസ കട്ടാണ്. നമ്മളത്രയും ഓടിയാലേ പറ്റത്തുള്ളൂ. ഈ ന്യൂട്രഡിന്റെ നല്ല വശങ്ങളും ദോഷങ്ങളും. ന്യൂട്രഡിക്ക് നല്ല വശങ്ങളൊന്നുമില്ല. ഈ മൈലേജ് പിടിക്കാൻ മാത്രമേ ഉള്ളൂ നല്ല വശം എന്ന് പറഞ്ഞാൽ. ബാക്കി വണ്ടി സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രഡിക്കുന്ന വണ്ടിക്ക് എപ്പോഴും വണ്ടിക്ക് കേടാണ്. അതിന്റെ ജോയിന്റ്, മെയിനായിട്ട് അതിന്റെ ജോയിന്റ് അടിയാണ്. അല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ആ ട്രിപ്പിന് ഇത്ര ഡീസൽ. അതെ, അതായത് ഇപ്പം ബാലരാമപുരം ഇവിടെ നിന്ന് നമ്മൾ ലോഡ് എടുത്ത് ബാലരാമപുരം പോയിട്ട് തിരിച്ചു വരുന്നതിന് 205 ലിറ്റർ ഡീസലാണ്. ഒന്ന് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് 205.5 ആയി കഴിഞ്ഞാൽ ആ 0.5 പൈസ അവർ കെട്ടി. നെടുമ്പങ്ങാടാണെന്നുണ്ടെങ്കിൽ 190 ലിറ്ററാണ്. ആറ്റിങ്ങലാണെന്നുണ്ടെങ്കിൽ 195 ലിറ്റർ. കണിയാപുരം ആണെന്നുണ്ടെങ്കിൽ 200 ലിറ്റർ. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ബാലരാമപുരമാണ്, 205 ലിറ്റർ. ദൂരവും കൂടുതലാണ്, അതുപോലെ കയറ്റമാണ്. ബാലരാമപുരം പോയി കഴിഞ്ഞാൽ ഒട്ടും മൈലേജ് കിട്ടാത്തത്. കാരണം പകലായിരിക്കും നമ്മൾ എപ്പോഴും അവിടെ ചെല്ലുന്നത്. നെടുമ്പങ്ങാട് കുളത്തൂപ്പുഴ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പകലായിരിക്കും ഉള്ള ഫുൾ ഓട്ടം. അവിടെ ആ സമയത്ത് ചെല്ലുള്ളൂ. ഒടുക്കത്തെ ബ്ലോക്കും കുത്തു കയറ്റമായിരിക്കും. ലോഡ് ഫസ്റ്റ് ലോഡ് ഇട്ടേ കയറി പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ട്രാഫിക്കിൽ കൂടെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടുപോകുന്നത്. പക്ഷെ അത് കമ്പനിക്ക് അത് അറിയത്തില്ല. നമ്മൾ ട്രാഫിക്കിൽ പെടുന്നതുകൊണ്ടാണെന്നോ അവരൊക്കെ അറിയുന്നില്ല. രാവിലെ വന്ന തണുപ്പും സുഖമൊന്നും ഇപ്പൊ ഇല്ല. രാവിലെ വന്ന തണുപ്പ് സുഖമൊന്നും ഇനി കിട്ടത്തില്ല. ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 6 മണി കഴിയണം. 6 മണി 7 മണിയാണ്. എന്നാലേ ആ തണുപ്പ് സുഖം ഇനി കിട്ടത്തുള്ളൂ. 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ആവിയായി തുടങ്ങി. ചൂട് കാരണം നമ്മൾ അധികം നൈറ്റ് ഓടുന്നത്. സാധാരണ നമ്മൾ ഡേയിൽ അധികം ഓട്ടം ഇല്ല. കാരണം ഫുൾ നൈറ്റ് ഇരുന്നങ്ങ് ഓടും. പ്രത്യേകിച്ച് തമിഴ്നാട് ചൂടാകുമ്പോ ഇത് കൂടും, ശക്തി കൂടും.